നമ്മളിപ്പോൾ എവിടെയുള്ളതെന്ന് അറിയാം. അങ്ങനെ മമ്മൂക്കനെ കാത്തു നിന്നപ്പോഴാണ് ഇതേ വരുന്ന പിഷാരടി. അങ്ങനെ നമ്മൾ പിഷാരടിയേയും കണ്ടു. എൻ്റെ കെട്ടിയവനിക്കാണെങ്കിൽ മമ്മൂക്കാൻ്റെ വണ്ടി വന്നു. മമ്മൂക്കാനെ കണ്ടപ്പോൾ പിന്നെ ഫോണിലെ സ്വിച്ച് പോലും അനങ്ങുന്നില്ല. ഏതാ ഫോട്ടോ ഏതാ വീഡിയോ ഒന്നും മനസ്സിലാവുന്നില്ല. ആകെ കിള്ളി പോയിരിക്കുകയായിരുന്നു. നമ്മൾ മമ്മൂക്കയെ കണ്ടു ഗൈസ്. കണ്ടു മമ്മൂക്ക. നമുക്ക് വണ്ടി എന്ത് ചെയ്തു? നിർത്തി തന്നോ? യെസ്. അപ്പൊ നമ്മൾ രണ്ടാമതും മമ്മൂക്കനെ കണ്ടിരിക്കുന്നു ഗൈസ്. ബൈ. സന്തോഷപ്പുളകിതനായി ഇവിടെ ഇരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു മമ്മൂക്കനെ കണ്ടിട്ട്? ഹൗ മമ്മൂക്കനെ കണ്ട് കിളി പോയിരിക്കുകയാണ്. മമ്മൂക്കയെ കണ്ടപ്പം കാല് വര കൈ വര കാല് നിലത്തുറക്കാതിരിക്കുന്ന ആൾ. അങ്ങനെ മമ്മൂക്കാനെയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് ആതിരപ്പള്ളിയിലോട്ടായിരുന്നു. പോകുമ്പോഴുള്ള റൂട്ടായിരുന്നു. പക്ഷെ കാണാൻ എന്ത് രസമാണെന്നൊക്കെ അവിടുത്തെ വ്യൂ ഒക്കെ സെറ്റ് അടിപൊളി. പക്ഷെ ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നത് ഒരു ടാസ്ക് തന്നെ. സംഭവം കാണാനുള്ള ഇൻട്രസ്റ്റും കൊണ്ട് നമ്മൾ ഇറങ്ങലൊക്കെ ഓക്കെയാണ്. പക്ഷെ വെയിലും ചൂടൊക്കെ കൊണ്ട് താഴെ എത്തുമ്പോഴത്തേക്കും തീരുമാനമായിരുന്നു. പിന്നെ കുറേ നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പോയത്. അപ്പോൾ വേർത്ത് കുളിച്ച് ആകെ സീനായിരുന്നു. തളർന്നു വരുന്നു. ഒരാൾ അവിടെ കിടന്ന് ഉറങ്ങിയൊക്കെയായിരുന്നു. ഒരു കിടക്കയും പുതപ്പൊക്കെ കിട്ടിയിട്ട് അവിടെ തന്നെ നിന്നേനെ. തിരിച്ച് കയറുമല്ലായിരുന്നു. എനിക്ക് നല്ല സ്റ്റാമിനയാന്നൊക്കെ പറഞ്ഞ് കീനതായിരുന്നു ഞാൻ. പക്ഷെ എങ്കിൽ കയറല്ലേ, തിരിച്ച് കയറല്ലേ, നടക്കത്തില്ല. 2 സ്റ്റെപ്പ് വെക്കുമ്പോഴത്തേക്ക് നമ്മളാകെ ക്ഷീണിച്ച് ദാഹിച്ച് അയ്യോ വലഞ്ഞോ. അവിടെ ഇരിക്കാൻ പിന്നെ കുറച്ച് സീറ്റൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പാണ് വമ്പൻ ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കുന്നത് കുരങ്ങനെ കണ്ടത്. കുരങ്ങനിക്കൊരു എന്തൊരു ആറ്റിറ്റ്യൂഡാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അടുത്ത് തന്നെ കുറച്ചിങ്ങോട്ട് വന്നപ്പം നല്ല അടിപൊളി കട. അപ്പം നമ്മൾ അവിടെ കീനു. നല്ല എന്തായിരുന്നു, മുട്ട ബജിയും ചായയൊക്കെ കുടിച്ചു. പിന്നെ വയനാട്ടിലോട്ട് എത്തണ്ടേ, അപ്പോൾ അപ്പെങ്കിലും ഇറങ്ങിയാലേ രാത്രിയെങ്കിലും വീട്ടിലെത്തുള്ളൂ. തൃശ്ശൂർ പകുതിയൊക്കെ എത്തിയപ്പോൾ പിന്നെ വമ്പം ബ്ലോക്ക് ആയിരുന്നു. എന്താ ബ്ലോക്ക്, കുറേ നേരം ബ്ലോക്ക് തന്നെ കുടുങ്ങിയായിരുന്നു. ആ ബ്ലോക്കൊക്കെ കഴിഞ്ഞെത്തിയപ്പോഴത്തേക്കും എനിക്ക് വീണ്ടും വിശപ്പ്. അപ്പോൾ നമ്മളവിടെ സൈഡാക്കിയിട്ടൊരു ചായയും പരിപ്പുവടയൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ചായ, ഒരു തമിഴ്നാടൻ സ്റ്റൈൽ ചായ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫോണൊക്കെ ഏകദേശം ഓഫാവാനായിരുന്നു. അതുകൊണ്ട് ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ. അങ്ങനെ കുറച്ച് പോയപ്പം പിന്നെയും വിശപ്പിൻ്റെ വിളി വന്നതുകൊണ്ട് നമ്മളൊരു ചായ പരിപ്പുവട കഴിച്ചു. നല്ല ചായ, നല്ല നമ്മുടെ ഈ തമിഴ്നാട്ടിലോട്ടൊക്കെ കിട്ടുന്നൊരു ടൈപ്പ് ചായ ഉണ്ടല്ലോ, അതേപോലെ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി.